നമസ്കാരം പ്രിയരെ, ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. കഥ ആരംഭിക്കാം. എന്റെ പേര് പ്രവീൺ. തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്നു. ഡിഗ്രി ഫൈനൽ ഇയറിനാണ് ഞാൻ പഠിക്കുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയും ഒരനിയത്തിയും. അവൾ +2 പഠിക്കുന്നു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്നത് എറണാകുളത്തുള്ള ചിറ്റമ്മയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ ചിറ്റമ്മയും അവരുടെ ഒരു മകനുമുണ്ട്. ചിറ്റപ്പൻ നേരത്തെ മരിച്ചുപോയി. ചിറ്റമ്മയെക്കുറിച്ച് പറഞ്ഞാൽ ഒരു 5.5 അടി പൊക്കം, അതിനതൊക്കെ തടിയും നല്ല വെളുത്ത് ഗോതമ്പിന്റെ നിറവുമായിരുന്നു. കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് നോക്കും. വെളുത്തു തുടുത്ത കവിളിണകളും ചെന്തുണ്ടിപ്പഴം പോലെയുള്ള അധരവും ആരെയും മത്തുപിടിപ്പിക്കുന്നതായിരുന്നു. ഞാൻ പലപ്പോഴും ആലോചിക്കും, ഇതൊന്നും നല്ല രീതിയിൽ ആസ്വദിക്കാൻ ചിറ്റപ്പന് ഭാഗ്യമില്ലാതെ പോയല്ലോ എന്ന്. എനിക്ക് 10 വയസ്സുള്ളപ്പോഴായിരുന്നു ചിറ്റമ്മയുടെ വിവാഹം. വിവാഹമെല്ലാം കഴിഞ്ഞൊരു 2 മാസം കഴിഞ്ഞപ്പോൾ ചിറ്റപ്പൻ ഗൾഫിലേക്ക് പറന്നു. അവിടെ ഒരു പെട്രോൾ പമ്പിലായിരുന്നു ചിറ്റപ്പന് ജോലി. പക്ഷേ ചിറ്റപ്പൻ ഗൾഫിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ചിറ്റമ്മയ്ക്ക് പണി കൊടുത്തിട്ട് തന്നെയാണ് പോയത്. ചിറ്റമ്മ ഗർഭിണിയായിരുന്നു. അന്ന് ചിറ്റമ്മ ഞങ്ങളുടെ കൂടെ തിരുവനന്തപുരത്തായിരുന്നു താമസം. ഈ സമയം തന്നെ എന്റെ അമ്മയും ഗർഭിണിയായി. അങ്ങനെ ഞാനും അച്ഛനും 2 ഗർഭിണികളുമായി സന്തോഷത്തിന്റെ ദിനങ്ങൾ അങ്ങനെ തള്ളി നീക്കി. എന്റെ അച്ഛൻ രാധാകൃഷ്ണൻ വില്ലേജ് ഓഫീസ് ക്ലർക്കായിരുന്നു. അങ്ങനെ മാസങ്ങൾ കഴിയവേ 2 ആഴ്ച വ്യത്യാസത്തിൽ ഞങ്ങളുടെ വീട്ടിൽ 2 പ്രസവം നടന്നു. ചിറ്റമ്മ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയപ്പോൾ എന്റെ അമ്മ എന്റെ അനിയത്തിക്കുട്ടിക്ക് ജന്മം നൽകി. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ എന്റെ അനിയത്തിയുടെയും ചിറ്റമ്മയുടെ മകന്റെയും കരച്ചിലും ബഹളവുമൊക്കെയായി എന്റെ വീട് ഒരു ഉത്സവ പ്രതീതി ഉണ്ടാക്കി. ഇതിനിടയിൽ ഗൾഫിലേക്ക് പോയ ചിറ്റപ്പൻ സ്വന്തം മോനെയും ചേട്ടത്തിയുടെ മകളെയും കാണാൻ ലീവിന് നാട്ടിലെത്തി. 10 ദിവസത്തെ അവധിക്ക് ശേഷം ചിറ്റപ്പൻ വീണ്ടും തിരിച്ചുപോയി. 1 വർഷം കഴിഞ്ഞപ്പോഴാണ് നല്ല സന്തോഷകരമായി പൊയ്ക്കൊണ്ടിരുന്ന ഞങ്ങളുടെ കുടുംബത്തെ ആകപ്പാട് തളർത്തിയ ആ സംഭവം അരങ്ങേറിയത്. ആർത്തലച്ച് കരയുന്ന ചിറ്റമ്മയെ സമാധാനിപ്പിക്കാൻ അച്ഛനും അമ്മയും കൂടി നടത്തുന്ന പരാക്രമം ഇന്നും എന്റെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഗൾഫിൽ പെട്രോൾ പമ്പിലെ ജോലി കഴിഞ്ഞ് റൂമിലേക്ക് നടന്നുപോയ ചിറ്റപ്പനെ പാഞ്ഞു വന്ന് ഒരു കാർ ഇടിച്ച് തെറിപ്പിച്ചു. ആള് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ചിറ്റപ്പന്റെ മരണം ചിറ്റമ്മയെ മാനസികമായി ആകെ തളർത്തിയിരുന്നു. ഇത്ര ചെറുപ്പത്തിലെ വിധവയാകേണ്ടി വന്ന പാവം ചിറ്റമ്മ. ആ ഷോക്കിൽ നിന്ന് തിരിച്ചു വരാൻ ചിറ്റമ്മ കുറേയേറെ സമയമെടുത്തു. അമ്മയുടെ അച്ഛനും അമ്മയും നേരത്തെ മരിച്ചുപോയതുകൊണ്ട് ചിറ്റമ്മ കുഞ്ഞിലേ മുതൽ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസം. അതുകൊണ്ട് അച്ഛനായിരുന്നു ചിറ്റമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത്. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോഴും നാളെല്ലാം നോക്കി 10ൽ 8 പൊരുത്തമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് കല്യാണം നടത്തിയതും. പക്ഷേ എത്ര നാള് നോക്കിയെന്ന് പറഞ്ഞാലും അവസാനം ചിറ്റമ്മയുടെ ഗതി ഇങ്ങനെയായി. ചിറ്റമ്മയുടെ ഈ അവസ്ഥയിൽ അച്ഛനും അമ്മയും അവർക്കൊരു പ്രത്യേക പരിഗണന കൊടുത്തു. പിന്നീട് വീട്ടിൽ വെറുതെ ഇരുന്നാൽ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന് എന്തെങ്കിലും പറ്റിപ്പോകുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കും അച്ഛന്റെ ഒരു സുഹൃത്ത് താജിക്കായുടെ LP സ്കൂളിൽ ഒരു ജോലി വാങ്ങിക്കൊടുത്തത്. അവർക്ക് പല സ്ഥലങ്ങളിലായിട്ട് 3 സ്കൂളുകളുണ്ട്. ഇവിടെ താൽക്കാലികമായിട്ടാണ് ചിറ്റമ്മയെ കയറ്റിയത്. കാരണം വേക്കൻസി ഇല്ല. വേക്കൻസി വരുമ്പോൾ ജോലിയിൽ സ്ഥിരപ്പെടുത്താമെന്ന് താജിക്ക അച്ഛനോട് പറഞ്ഞു. ചിറ്റമ്മയെ B.Ed വരെ അച്ഛനാണ് പഠിപ്പിച്ചത്. അതിപ്പോൾ പ്രയോജനപ്പെട്ടു. ചിറ്റമ്മയ്ക്കൊരു ജോലിയുടെ ആവശ്യകത ഉണ്ടായിട്ടല്ല, ഇപ്പോഴത്തെ ഈ മാനസികാവസ്ഥയിൽ നിന്നൊരു മാറ്റം വരുമല്ലോ. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോൾ സ്കൂളിൽ വേക്കൻസി വന്നു. താജിക്ക അച്ഛനോട് കാര്യം പറഞ്ഞു. പക്ഷെ ഒരു പ്രശ്നം, അവരുടെ എറണാകുളത്തുള്ള സ്കൂളിലാണ് വേക്കൻസി വന്നത്. അച്ഛൻ പറഞ്ഞു വീട്ടിലൊന്ന് ആലോചിക്കട്ടെ എന്ന്. അച്ഛൻ വീട്ടിൽ വന്ന് വിവരം പറഞ്ഞു. അമ്മയ്ക്ക് ചിറ്റമ്മയും കൊച്ചിനെയും കൂടി ഒറ്റയ്ക്ക് വിടാൻ സമ്മതമല്ലായിരുന്നു. അമ്മ പറഞ്ഞു, വേണ്ട, നമുക്ക് വേറെ ഏതെങ്കിലും സ്കൂളിൽ നോക്കാം. പക്ഷേ ചിറ്റമ്മ അമ്മയോട് പറഞ്ഞു, ചേച്ചി കുഴപ്പമൊന്നുമില്ല ചേച്ചി, തൽക്കാലം എറണാകുളത്തൊരു വീട് വാടകയ്ക്ക് എടുത്ത് പ്രവീണിനെ കൂടി അങ്ങ് കൊണ്ടുപോകാം. കാരണം ഇന്നൊരു സ്കൂളിൽ ടീച്ചറായിട്ട് ജോലി കിട്ടണമെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഇതിപ്പോ ചേട്ടന്റെ സുഹൃത്തിന്റെ സ്കൂളായതുകൊണ്ടല്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോഴേക്കും ചിറ്റമ്മ മാനസികമായി കുറച്ച് ധൈര്യം അവലംബിച്ചിരുന്നു. അങ്ങനെ അമ്മ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. അങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് സ്കൂളിനടുത്ത് തന്നെ ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ താമസമാക്കി. കൂട്ടിന് ഞാനും. അവിടെ കോളേജിൽ ഇപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയറിന് എത്തി നിൽക്കുന്നു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് എന്റെ കൂട്ടുകാരൻ ജയൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് പോയി. കോളേജിൽ അധികം ആരോടും സംസാരിക്കാതെ ഒതുങ്ങി മാറി നടന്നിരുന്ന എനിക്ക് സുഹൃത്തെന്ന് പറയാൻ ആകെയുള്ള 2 പേരിൽ ഒരാളായിരുന്നു ജയൻ. മറ്റേത് നവാസ്. ക്ലാസ്സിലെ താന്തോന്നിയായിരുന്നു ജയൻ. കോടീശ്വരനായ പരപ്പാടി സുകുമാരൻ മുതലാളിയുടെ ഏക മകൻ.
കോളേജിൽ പഠിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കിയവൻ അവനായിരുന്നു. ജയൻ എന്ന എന്റെ ഉറ്റ സുഹൃത്ത്. പഴയകാല സിനിമയിലെ സൂപ്പർ സ്റ്റാർ ജയനെ പോലെ തന്നെ. രാവിലെ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചുകൊണ്ട് പോകുന്നതും വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് കൊണ്ടുവിടുന്നതും ജയനായിരുന്നു. ഒരു ബൈക്ക് എടുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അച്ഛനോട് എന്നേ പറയുന്നു. പക്ഷേ ചിറ്റമ്മയാണ് സമ്മതിക്കാത്തത്. ചിറ്റമ്മയ്ക്ക് പേടിയാണ്. എറണാകുളം നഗരത്തിലെ തിരക്കും പിന്നെ ചിറ്റമ്മയുടെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടായ സംഭവവും ചിറ്റമ്മയെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ അക്കൗണ്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്. പോരാത്തതിന് അച്ഛൻ തരും. എങ്കിലും ചിറ്റമ്മയുടെ സമ്മതമില്ലാതെ ഞാൻ ഒന്നും ചെയ്യാറില്ല. അങ്ങനെ ഓരോന്ന് ചിന്തിച്ച് ഞാൻ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിയിലാണ് ഉണ്ണിസാറിന്റെ വീട്. അവിടുന്ന് ചിറ്റമ്മയുടെ മകൻ അമലിനെ കൂടി കൂട്ടണം. സ്കൂള് വിട്ടു വന്നാൽ അവൻ അവിടെയാണ് നിൽക്കുന്നത്. ഞാനാണ് കോളേജിൽ നിന്ന് ആദ്യം എത്തുന്നത്. ഞാൻ വന്ന് 1 മണിക്കൂർ കൂടി കഴിഞ്ഞേ ചിറ്റ വരത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ അവനെയും വിളിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. ആ, പ്രവീൺ എത്തിയോ? ഇന്നെന്താ നേരത്തെയാണല്ലോ. വാതിൽ തുറന്ന് ഉണ്ണിസാറിന്റെ ഭാര്യ ഇറങ്ങി വന്നു. ആ ചേച്ചി, ഇന്ന് ലാസ്റ്റ് അവർ ഫ്രീ ആയിരുന്നു. വാടാ, അകത്തേക്ക് വാ, ചായ എടുക്കാം. ഓ വേണ്ട ചേച്ചി, ചായ ഒന്നും എടുക്കണ്ട. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് പോയി കുളിക്കട്ടെ. അവനെന്തിയേ? അവനകത്തിരുന്ന് ടി വി കാണുന്നു. ഒരു കാര്യം ചേച്ചി, അവൻ അവിടെ ഇരുന്ന് ടി വി കാണട്ടെ. അവനോട് പറഞ്ഞാൽ മതി ടി വി കണ്ടു കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോരാൻ. ഞാൻ പോവുക. ചായ കുടിച്ചേച്ച് പോകാമെന്ന്. വേണ്ട ചേച്ചി, പോട്ടെ. ഞാൻ നേരെ വീട്ടിലേക്ക് നടന്നു. കതക് തുറന്ന് എന്റെ മുറിയിൽ കയറി ഡ്രസ്സെല്ലാം മാറി പോയി കുളിച്ച് ഫ്രഷായി. കുളിച്ചു കഴിഞ്ഞപ്പോൾ നല്ല സുഖം. ചെറുതായിട്ട് കണ്ണു മയങ്ങി വരുന്നു. നേരെ സെറ്റിയിൽ ചാരിക്കിടന്നൊന്ന് മയങ്ങിപ്പോയി. അമലിന്റെ വിളി കേട്ടാണ് ഞാൻ മയക്കത്തിൽ നിന്നുണർന്നത്. അവന്റെ വേഷവിധാനം കണ്ട് ഞാൻ അവനെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, മോൻ എവിടെ പോയിച്ചു വരിക? മൈക്കാട് പണിക്ക് പോയിച്ചു വരുവാണോ? അവൻ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. പോയി കുളിക്ക്, എന്നിട്ട് ആ തുണിയെല്ലാം ഊരി വെള്ളത്തിൽ വെക്ക്, ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഞാൻ പോക്കറ്റിൽ നിന്ന് മൊബൈൽ എടുത്ത് ഓരോന്ന് കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ചിറ്റമ്മ സ്കൂളിൽ നിന്ന് വന്നത്. വന്ന പാടെ ഒന്നും മിണ്ടാതെ നേരെ അടുക്കളയിലേക്ക് പോയി. ആ പോക്ക് കണ്ടാൽ അറിയാം എന്തോ കാര്യമായി സംഭവിച്ചിട്ടുണ്ടെന്ന്. ഞാൻ അടുക്കളയിലേക്ക് ചെന്നു. എന്താ ചിറ്റേ, എന്തു പറ്റി? മുഖമാകെ വല്ലാതിരിക്കുന്നല്ലോ. ചിറ്റ ഫ്രിഡ്ജിൽ നിന്നും വെള്ളമെടുത്ത് കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചിറ്റ വെള്ളം കുടിച്ചേച്ച് എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. ഓ ഒന്നുമില്ലടാ, ഒരു ചെറിയ തലവേദന, ഒന്ന് കിടക്കണം. ചിറ്റ പറഞ്ഞത് കള്ളമാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാം. എന്തോ വേറെ കാര്യമുണ്ട്. എന്നെ നോക്കാതെ ദൂരെ എവിടേക്കോ നോക്കി നിന്ന ചിറ്റയുടെ മുഖത്തേക്ക് ഞാൻ സൂക്ഷിച്ചൊന്ന് നോക്കി. മുഖം വിയർത്ത് ചുവന്നു തുടുത്തിരിക്കുന്നു. കഴുത്തിൽ കൂടി ആ വിയർപ്പ് കണങ്ങൾ താഴേക്കൊഴുകുന്നു. വിയർപ്പിന്റെ കൂടുതൽ കൊണ്ടായിരിക്കണം ബ്ലൗസിന്റെ 2 കൈകളും നനഞ്ഞിരിക്കുന്നു. പെട്ടെന്നാണ് ചിറ്റ പറഞ്ഞത്, മോൻ ബാ, ചിറ്റയ്ക്കിത്തിരി ബാമു പുരട്ടിത്താ. അവനെന്തിയേ? അവൻ തൊണ്ട കുളിച്ച് ഫ്രഷായി അവന്റെ മുറിയിലിരുന്ന് പഠിക്കുന്നു, ഞാൻ പറഞ്ഞു. ചിറ്റ മുറിയിലേക്ക് നടന്നു. ബാഗ് മേശപ്പുറത്ത് വെച്ചിട്ട് മേശവലിപ്പിൽ നിന്ന് ബാം എടുത്ത് എന്റെ കയ്യിൽ തന്നു. ശേഷം ചിറ്റ കട്ടിലിൽ കയറി കിടന്നു. ഞാൻ കട്ടിലിൽ ചിറ്റയുടെ അടുത്തിരുന്ന് നെറ്റിയിൽ ബാം പുരട്ടി കൊടുത്തു. ചിറ്റ കണ്ണുമടച്ചങ്ങനെ കിടക്കുകയാണ്. മതിയോ ചിറ്റേ? ഞാൻ ചോദിച്ചു. ശകലനേരം കൂടി നെറ്റിയിൽ തടവും മോനെ, നല്ല കുറവുണ്ട്. ശകലം കഴുത്തിൽ കൂടി പുരട്ട്. ഞാൻ ചിറ്റയുടെ നെറ്റിയിലും കഴുത്തിലും നല്ലതുപോലെ ബാം പുരട്ടി കൊടുത്തു. കണ്ണുകൾ അടച്ചു കിടന്ന ചിറ്റയുടെ വായിൽ നിന്ന് എന്തൊക്കെയോ സൗണ്ട് പുറപ്പെടുവിക്കാൻ തുടങ്ങി. ചിറ്റ ഇവിടെയെങ്ങുമല്ല, വേറെ ഏതോ ലോകത്താണെന്ന് എനിക്ക് മനസ്സിലായി. എത്ര നാളെന്ന് വെച്ചാ, ചെറുപ്രായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട സ്ത്രീയല്ലേ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ അമാന്തിച്ചില്ല. ചിറ്റയുടെ ആഗ്രഹം തീരുന്നത് വരെ ബാം ഞാൻ പുരട്ടിക്കൊടുത്തു.